പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ ഈ വചനം ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം അത് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം വചനം പറയാണ്, എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഹോദരങ്ങളെ, നമ്മളെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയാലുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ ദൈവസ്നേഹം ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായിട്ട് ആ വ്യക്തി അനുവദിക്കുകയാണെങ്കിൽ എന്നും അവൻ്റെ ജീവിതം ഫലം ചൂടിക്കൊണ്ടിരിക്കും. അവന് 10 വയസ്സായാലും ശരി, 20 വയസ്സിലേക്ക് പ്രവേശിച്ചാലും, 30 വയസ്സിലേക്ക് പ്രവേശിച്ചാലും, 50 വയസ്സിലേക്ക് പ്രവേശിച്ചാലും അവൻ്റെ ജീവിതം ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക്, അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് വരും. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയാനായിട്ട് നാം അതിനാവശ്യമായ ഒരു കൃപയാണ് പ്രത്യാശ. എൻ്റെ ദൈവം, ഇന്ന് ഞാൻ വലിയ പ്രതികൂലത്തിലായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടാകാം, പക്ഷേ എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. അതാണ് പ്രത്യാശ. നമ്മെ നിരാശരാക്കുകയില്ല. ചിലപ്പോഴൊക്കെ പിശാച് നമ്മളോട് പറയുന്ന ഒരു ദുരുപദേശമാണ്: നിന്റെ ജീവിതം കഴിഞ്ഞു, നിന്റെ പങ്കാളിയായിട്ട് നിന്റെ ജീവിതം എങ്ങനെയാ, നിന്റെ കടബാധ്യതയിൽ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, നിന്റെ രോഗപീഠകളിൽ നിനക്ക് വിടുതലുണ്ടോ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് തിന്മ തള്ളി നീക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാ സഹായത്താൽ ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നമ്മെ പര്യാപ്തമാക്കുന്ന കൃപയുടെ പേരാണ് പ്രത്യാശ, ഹോപ്പ്. അതുകൊണ്ടാണ് വിശ്വാസം, പ്രത്യാശ, ശരണം, അല്ലെ? കർത്താവെ, പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.